ത്രിയേക ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൊഴുത്തുംകുടി ശ്രീ തമ്പി തോമസിന്റെ ഭവനത്തിലാണ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. തമ്പിച്ചേട്ടാ സ്വാഗതം. നമുക്ക് ചേട്ടന്റെ ജോലി എന്താണെന്ന് പറയാമോ? ഏറ്റവും ആദ്യം ജോലിയാണ്, അത് തൊട്ട് പറയാം. നേരത്തെ ബസ്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എത്ര വർഷം ബസ്? ഒരു 30 വർഷം. 30 വർഷമായിട്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു? കണ്ടക്ടറായിട്ടും എല്ലായിട്ടും പോയിരുന്നു. ഏത് റൂട്ടായിരുന്നു? നമ്മുടെ കോലഞ്ചേരി കുത്താട്ടോളം, ആലുവ കുത്താട്ടോളം, മൂവാറ്റൂർ എറണാകുളം. അമ്മ വീട്ടിലെ വണ്ടിയായിരുന്നു സെന്റ് തോമസ്. അങ്ങനെ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു തൊഴിലിലേക്ക് കടന്നു. 50 വയസ്സ് കഴിഞ്ഞപ്പോ ഈ പരിപാടി തുടങ്ങി. പശു വളർത്തല് തുടങ്ങി, പശു പരിപാലനം തുടങ്ങി. 12 വർഷമായി. നമുക്ക് ഇതായിരുന്നോ നമുക്ക് ഒരു സന്തോഷം തരുന്നത്? ബസ്സായിരുന്നോ അതോ ഈ പശുവായിട്ടുള്ള? ബസ്സാണെങ്കിൽ നമ്മള് കാലത്ത് പോകുന്നു, വൈകിട്ട് വരുന്നു. അതങ്ങനെ ചെറുപ്പത്തിലുള്ള ആ ഒരു യൗവനകാലത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോ പിന്നെ പശു ഇപ്പൊ സ്വസ്ഥമായിട്ട് കാലത്ത് എഴുന്നേക്കുക, കിടക്കുക, എന്നെ കൊണ്ടുപോയി അതിന്റെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണം. സുഖമായിട്ട് പോകണം, യാതൊരു റിസ്ക്. എന്നും പൈസ ഉണ്ടാവും, നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഒരു പശുവെങ്കിലും വീട്ടിലുള്ളവർക്ക് ഒരു സ്ഥലത്തും പോയി നിൽക്കാനായി കൃത്യമായിട്ട് തന്നെ. നമുക്ക് എത്ര പശുക്കളുണ്ട്? 5 പശുവിനെ. 5 കറവ പശുക്കള് 5ഉണ്ട്. ഈ പശുപരിപാലനത്തിന് നമ്മുടെ ഒരു ദിനചര്യ എങ്ങനെയാണ്? ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്നത്? കാലത്തെ ഒരു 4:30 ആകുമ്പോൾ എഴുന്നേക്കും. 4:30 എഴുന്നേക്കണം. അത് കഴിഞ്ഞിട്ട് ചാണാനൊക്കെ വടിച്ചു കഴിഞ്ഞിട്ട് കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് കറക്കും. അത് കഴിഞ്ഞിട്ട് വീടുകളിൽ കുറച്ച് പാല് കൊടുക്കാനുണ്ട്, അത് കൊടുക്കും. ബാക്കിയിട്ട് മിൽമേ കൊണ്ടുപോയി അളക്കും. നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കും, അത് കഴിഞ്ഞ് വീടുകളിൽ കൊടുക്കും, ബാക്കിയുള്ളത് മിൽമേ കൊടുക്കും. എന്നിട്ട് വെള്ളം കൊടുക്കും. വന്നിട്ട് വീട്ടായിട്ട് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ അഴിച്ചുകൊണ്ടുപോയി പാടത്തുകൊണ്ടുപോയി കെട്ടും. 12 മണിയാകുമ്പോൾ അഴിച്ചുകൊണ്ട് വരും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒന്ന് ഇടപെടുകയാണ് ഇടയ്ക്ക്. നമ്മൾ 4:30 എഴുന്നേറ്റു. ഇത് ഇത്രയും കഴിയാൻ വേണ്ടി ഒരു പശുവിന് പാല് മിൽമേ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സമയം വരെ എന്തോരം നേരം കൊടുക്കുന്നത്? 7 മണി. 7 മണിക്കുള്ള ഇത്രയും കാര്യങ്ങൾ തരും. 4:30 തൊട്ട് 7 മണിക്കുള്ള ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ പാടത്ത് കൊണ്ടുപോയി കെട്ടുന്നു. ഉച്ചക്ക് മാറ്റി കെട്ടാൻ ആ സമയത്ത് 12 മണിയാകുമ്പോൾ അഴിച്ചിട്ടുണ്ട്. വെയില് മൂത്ത് കഴിയുമ്പോൾ കൊണ്ടുവരും. പിന്നെ കൊണ്ടുപോയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് കുളിപ്പിച്ചു, വെള്ളം കൊടുത്ത് 2:30 ആകുമ്പോ കറക്കും. 2:30 ആകുമ്പോ കറക്കും. 3:45 പാല് കൊണ്ടുപോകും. 4 മണിയാകുമ്പോ പാല് മിൽമേ കൊണ്ടുപോകും. വൈകുന്നേരം വീടുകളിൽ കൊടുക്കാനില്ല? ഇല്ല, വൈകുന്നേരം രാവിലെ മാത്രമേ. വീട്ടുകാർ ഇവിടെ വന്ന് മേടിക്കുന്നോ? നമ്മള് മേടിക്കുന്നുണ്ട്. നമുക്ക് 5 പശുക്കൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞേ. നമുക്ക് എത്ര ലിറ്റർ പാല് നമുക്ക് കിട്ടുന്നുണ്ട്? ഇപ്പൊ ഒത്തിരി നാളായില്ല പ്രസവിച്ചിട്ടൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാത്തിനും കൂടി 25 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം കൂടി കൂട്ടിയാണ്? കാലത്ത് മാത്രം. ഉച്ചയ്ക്ക് ഒരു 13 ലിറ്റർ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ എന്താ? തീറ്റ വൈക്കോലാണോ, പുല്ലാണോ, അതോ മറ്റു കാലിത്തീറ്റകളാണോ? എന്താണ് കൊടുക്കുന്നതെന്ന് പറയാമോ? 2 കിലോ കാലിത്തീറ്റ വെള്ളത്തിന് കാലത്ത്. പിന്നെ അതിൻ്റെ കുറച്ച് കൊപ്ര വെച്ചിട്ട് കാലത്തെ ഓരോന്നിനും വെള്ളം കൊടുക്കും. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ. വൈക്കോല് വൈക്കോല് ഉണ്ടായിരുന്നപ്പോ വൈക്കോല് കൊടുക്കും, അല്ലെങ്കിൽ പുല്ല് കൊടുക്കും. ഇല്ല, പുല്ല് മുറിച്ചുകൊണ്ടിരുന്നു. അല്ല, ഇതിന് കൊടുക്കാനായിട്ട് പ്രത്യേകം പുല്ല് വൈക്കോല് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇതാണ് വൈക്കോല് തീർന്നത്. നമുക്കല്ലാതെ അതിന് പുല്ലിന് പ്രത്യേക പേരെന്തോ പറയും? ഈറ്റപ്പുല്ല് എന്തോരും? ഞങ്ങൾക്ക് അതൊന്നുമില്ല. ഇത് പാടത്തുനിന്ന് മുറിക്കുന്നത്. നടുന്ന പുല്ലല്ല, നടുന്ന പുല്ലില്ല. അല്ലാതെ നമ്മള് പാടത്തൊന്നും പറമ്പൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത് ഇഷ്ടംമാതിരി ഉണ്ട്. 1 മണിക്കൂർ 1/2 മണിയെടുത്താ. നമ്മള് പശുവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഇടയ്ക്ക് ഫാമിലിനെ കുറിച്ചും ചേട്ടന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചില്ല. ഒരു ബാല്യകാലത്തെ കുറിച്ചൊന്ന് പറയാവോ? ഏത് കാലത്താണ് ജനിച്ചത്? മാതാപിതാക്കളുടെ പേര് ഒക്കെ ഒന്ന് പറയാവോ? 1961 ജനിച്ചു. അപ്പൻ, അമ്മ. അവരുടെ പേരൊന്ന് പറയാവോ? അപ്പന്റെ പേര് തോമസ്, അമ്മയുടെ പേര് മറിയാമ്മ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 5 മക്കള്. 4 ആണും 1 പെണ്ണും. ഞാൻ 3ാമത്തെ. മൂത്ത ചേട്ടൻ, 2ാമത്തെ പെങ്ങള്, 3ാമത്തെ ഞാൻ, 4ാമത്തെ അനിയൻ, 5ാമത്തെ അനിയൻ. എല്ലാവരും അടുത്തടുത്ത്.
ഓക്കെ. പിന്നെ അതിനുശേഷം വിദ്യാഭ്യാസം SSLC SSLC ഉണ്ട്. നമ്മള് കിഴക്കമ്പലത്തെ സ്കൂളിലാണോ പഠിച്ചത്? മോറക്കാല സ്കൂൾ 7 വരെയും ദേറാ സ്കൂൾ, 8 തൊട്ട് മോറക്കാല പഠിച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മള് വിവാഹത്തിലേക്ക് വന്നത് ഏത് വർഷം? വിവാഹം വന്നപ്പോ 30 വയസ്സായി. 30 വയസ്സിൽ ബസ്സായിരുന്നു നമുക്ക് ആ സമയത്ത്, ബസ്സിന്റെ പരിപാടികളൊക്കെയാണ്. ചേച്ചിയുടെ വീട് എവിടെയാണെന്നൊക്കെ? മംഗലത്താട, മഴുവന്നൂർ ഇടവകയാണ്. മഴുവന്നൂരല്ല, കുന്നക്കുരുടി ഇടവക. അവിടുത്തെ വീട്ടുപേരൊന്ന് പറയാമോ? കുഴിയാലി. ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ വിവാഹം കഴിഞ്ഞു. മക്കൾ എത്ര പേരാണ്? 2 പേര്, ഒരു മോളും ഒരു മോനും. അവരെന്താ ചെയ്യുന്നത് ഇപ്പൊ പറയാമോ? മോള് ഇപ്പൊ സിയുടെ ഇന്റർ കിട്ടി കഴിഞ്ഞിട്ട് വർക്ക് ഫൈനൽ എഴുതാൻ പോണു. ഇപ്പൊ സിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. മോൻ BCom കഴിഞ്ഞിട്ട് ഇൻഫോ പാർക്കിൽ പറഞ്ഞു. അപ്പൊ രണ്ടുപേരും ആ രീതിയിൽ അങ്ങനെ പോകുന്നു. അപ്പൊ നിങ്ങൾ 4 പേരാണ് കുടുംബത്തില് ഉള്ളത്. ഇപ്പൊ നമുക്ക് ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് പശുവാണ്. ആ മിണ്ടാപ്രാണികൾ നമുക്ക് തരുന്നത് തന്നെയാണ് നമുക്കൊരു അന്നമായിട്ടുള്ള. ഇത് നല്ല കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞോളുള്ള ഒരു ഉത്തരവാദിത്വം, മുന്നേ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വമുണ്ട്. ഒരു പശുവായാൽ പോലും നമുക്ക് മാറി നിൽക്കാൻ പോലും. അതെ, 1 10 ശരിയാണ്. പക്ഷെ മാറി നിൽക്കാം നമുക്ക് ബുദ്ധിമുട്ട്. കാരണം ഇപ്പൊ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോൾ തന്നെ 4:30 തൊട്ട് രാത്രി അന്ത്യോളം ഇത് തന്നെയാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നമുക്ക് പോവുകയാണ്. ഓക്കെ. നമുക്ക് സാധാരണ നിലയിൽ ഈ പശുക്കൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടും. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ വളരെ സൂക്ഷിച്ച് എല്ലാം കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടാവുന്നതിന് മുമ്പ് എല്ലാം മരുന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല. വന്നിട്ട് സൂക്ഷിക്കാൻ പറ്റൂല. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിന് എങ്ങനെയാണ്? കുടുംബത്തിന് വൈഫ് അതിന് വെള്ളം കൊടുക്കാനുള്ള നിരീടും, പിന്നെ പാലൊക്കെ എടുത്തു വെക്കും. പശുവിന്റെ തീറ്റ എല്ലാ കാര്യങ്ങളും അത് തന്നെയാണ്. ചേച്ചി തന്നെയാണ് കറവ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മളിപ്പോ 50 വയസ്സിന് ശേഷം തൊട്ട് ഇരിക്കുമ്പോ നമുക്ക് എന്താ അതിനൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വളരെ സന്തോഷമായിട്ട് ആത്മസംതൃപ്തിയോടുകൂടി ഒരു പ്രവർത്തനം ചെയ്തു. നല്ല കാര്യം, സന്തോഷം. നമുക്ക് മറ്റ് എന്താ കൃഷിയായിട്ട് വേറെ എല്ലാ കൃഷിയുണ്ട്, ഇല്ലാത്ത കൃഷിയില്ല. നെൽകൃഷി, വാഴ, അതുപോലെ തന്നെ പയറ്, എല്ലാം ഉണ്ട്. എല്ലാ കൃഷിയും. നമുക്ക് പാടമുണ്ടോ? പാടമുണ്ട്, സ്വന്തമായിട്ട് പാടമുണ്ട്. നെല്ലിനൊക്കെ ഒന്നാമത് ആളെ കിട്ടാനില്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മള് സ്വയം നമ്മൾ ഇറങ്ങുവാണ് സ്വന്തമായിട്ട്. പാട്ടത്തിനൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. സ്വന്തം പണികളുള്ളൂ. പണിക്കാരെ ഉൾപ്പെടുത്തുന്നുണ്ടോ? പണിക്കാരല്ല, വരമ്പ് കാര്യം ഉഴുതൊക്കെ ചെയ്തിട്ട് വരമ്പ് കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് നടാനൊക്കെ വരികയാണെങ്കിൽ മിഷൻ നടും, അല്ലെങ്കിൽ വിതയ്ക്കാനാണെങ്കിൽ ഞങ്ങൾ തന്നെയാണ്. അപ്പൊ ഒന്ന് അധ്വാനിച്ച് നമ്മൾ ഈ പ്രായത്തിലും ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആരോഗ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് തരുകയും ചെയ്യുന്നുണ്ട്. സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ പോവുകയാണ്. ഒരു വിഷയമില്ല. നമുക്ക് വെള്ളമൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടോ? നമുക്ക് ഇഷ്ടമായി വെള്ളത്തിന്റെ പാടം സൈഡില് വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ല. ഓക്കെ. അപ്പോ സന്തോഷം. ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി, പശുപരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയതിൽ സന്തോഷത്തിന് നേരം സഹകരിച്ചതിൽ നന്ദിയുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ്, ഒരു സന്ദേശം എന്താന്ന് കൊടുക്കാൻ, ഒരു ഉപദേശം നമ്മള് നേരിട്ട് പലപ്പോഴും കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നീ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പോകണം എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ഭൂരിപക്ഷം യുവജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ യുവാക്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിലൂടെ ആകുമ്പോൾ നമുക്ക് അതൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഉപദേശം യുവാക്കൾക്കായിട്ട് കൊടുക്കാം. ഇപ്പൊ ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള തലമുറ, ഇനിയുള്ള തലമുറയൊന്നും ഈ പശു വളർത്തല് അങ്ങനെയുള്ള റിസ്ക് പിടിച്ചുള്ള ഒരു കലാപരിപാടിക്കും അവർ നിൽക്കൂല. അവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾ അവർ പഠിച്ചിപ്പോ നല്ലപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണല്ലേ, നല്ല ജോലികളിൽ തയ്യാറെടുക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പൊ ഉള്ള ജോലിയിൽ ഏത് ജോലിയായാലും ഏത് പ്രവർത്തന മേഖലയായാലും വളരെ സന്തോഷത്തോടെ ചെയ്യുക, അധ്വാനിച്ച് ആത്മാർത്ഥതയോടുകൂടി അതിനോട് നിലനിൽക്കുക. പശുപരിപാലനത്തിന്റെ അറിവുകൾ നൽകിയ ഈ ഒരു എപ്പിസോഡ്, മനോഹരമായ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയ വ്യക്തികളുമായിട്ട് പരിചയപ്പെടാം എന്നുള്ള പ്രത്യാശയോടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.